മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ സകല മാപ്രകൾക്കും വയറ് നിറച്ചു കൊടുത്തുകൊണ്ടാണ് ആർ ശ്രീലേഖ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്ത് എത്തിയത്. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. 10ലും 12ലും പഠിക്കുന്ന തന്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സായാൽ ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന്. രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സാവുന്നു. ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ തന്നെ പറ, ഞാൻ ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛന് വിടുന്നു. ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും. അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രന് കൊടുക്കുന്നു. ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? അടുത്ത വീട്ടിലെ ഒരു കുത്തിത്തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു ചതിയാണ് ഇടാ ഇത്, എന്നാലും ഇങ്ങനെ ചെയ്യാവോ, നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ, അത് നീ വാങ്ങിച്ചെടുക്കട്ടെ, വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ, പോയി ചത്തൂടെ, ഓടിപ്പൊക്കൂടെ, ഇതുപോലെയുള്ളൊരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത്. അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്രകൾ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഇതിലും അപ്പുറം ഒരു ചുട്ട മറുപടി കേരളത്തിലെ മാപ്രകൾക്ക് കിട്ടാനില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം എടുത്തു പറയാ, ഇതിവര് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ മാപ്രകളെ അങ്ങ് നേരെയാക്കി കളയാനൊന്നല്ല. നമ്മുടെ കേരളത്തിലെ മാപ്രകളെ നേരെയാക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നടക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യ. ഇതിവര് ഒരു മാധ്യമങ്ങളെ പോലും വിളിക്കാതെ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഒരൊറ്റ കാരണം കൊണ്ടാ. നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ എനിക്ക് യാതൊരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല. പ്രസ്ഥാനം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവൂ എന്ന് ഇതിനും അപ്പുറം സുന്ദരമായിട്ടൊരു മറുപടി ഇല്ല എന്നു തന്നെയാണ് വിവേകമുള്ള സകല മലയാളികളും ഇപ്പോ തിരിച്ചറിയുന്നത്. ഓരോ മാപ്രകൾക്ക് മുന്നിലും വരാതെ എന്താണ് എന്റെ അഭിപ്രായം, മേയറുമായി ബന്ധപ്പെട്ട എന്റെ അഭിപ്രായം എന്താണ്, അത് അവര് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മേയറാക്കാത്തത് ഇനിയും എന്തേ എന്ന ആ ചോദ്യവുമായിട്ട് അവരുടെ അടുത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉളുപ്പുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. ഇതിലൊക്കെ ഒരു കൃത്യമായൊരു അജണ്ട ഉണ്ട്. ഇവരുടെ പിന്നാലെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോർന്ന് കിട്ടുമോ, എന്തെങ്കിലും ഒന്ന് തൊഴിഞ്ഞു വീഴുമോ, ഇതാണിപ്പോ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ ലക്ഷ്യം വെക്കുന്നത്. അത് വെറുതെ ഒരു ലക്ഷ്യം വെക്കലൊന്നല്ല, കൃത്യമായ അജണ്ട കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾക്കുണ്ട്. അവര് നമ്മുടെ കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് BJP വിരുദ്ധ ആളുകളിൽ നിന്ന് വലിയ കൊട്ടേഷൻ എടുത്ത് വലിയ രീതിയിലാണ് ഇപ്പൊ BJPക്കെതിരെ പ്രവർത്തനം നടത്തുന്നത്. അതിന് നമ്മുടെ കേരളത്തിലെ മാപ്രകൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു എളുപ്പ വഴിയാണ്, അവരിൽ തന്നെ പ്രശ്നമാണ്, അവരിൽ തമ്മിൽ തല്ലാണ് എന്ന് BJP പ്രവർത്തകരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് കേരളത്തിലെ മാപ്രകൾ ഇപ്പോ ഈ രംഗത്ത് എത്തിയിട്ടുള്ളത്. ഇത് കാരണം മറ്റൊന്നല്ല, വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ വളരെ വലിയ റിസൾട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതായത് 2 അക്ക സംഖ്യയിലേക്ക് കേരളത്തിൽ നിയമസഭയിൽ BJPക്ക് MLA-മാരുണ്ടാവും എന്നുള്ളൊരു യാഥാർത്ഥ്യം മറ്റാരേക്കാൾ കൂടുതൽ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി. അതില്ലാതെയാക്കാൻ വേണ്ടി സകല BJP വിരുദ്ധ ആളുകളിൽ നിന്നും കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോ BJPക്കുള്ളിൽ തമ്മിൽ തല്ലാണ് എന്നൊരു വലിയ പ്രചരണമായിട്ട് കേരളത്തില് ഇത്തരം പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തെത്തിയത്. ഇതിലൊക്കെ കുറെ ആളുകൾ വീണ് പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. മോദിക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്കൊക്കെ അനുകൂലമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട്. ശ്രീലേഖ അങ്ങനെ പറയരുതായിരുന്നു, ഇങ്ങനെ പറയരുത്, ഇതൊക്കെ തന്നെ മാപ്രകൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇത്തരം പോസ്റ്റുകൾ വരുന്നത്. അത്തരത്തിലൊന്നും ഒരാള് പോലും വീഴാതിരിക്കുക. കൃത്യമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പ്രശ്നമാണെന്ന് അറിയിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു തരത്തിലുള്ള റിസൾട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ലാതിരിക്കാനാണ് ഈ കുതന്ത്രവും ഒക്കെ ആയിട്ട് ആർ ശ്രീലേഖയ്ക്ക് പിന്നാലെ ഇറങ്ങിയത്. പ്രത്യേകം ഓർക്കണം, ഒരു ആർ ശ്രീലേഖ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു BJP കൗൺസിലറുടെ പിന്നാലെ സദാസമയം കേരളത്തിലെ സകല മാപ്രകൾ ഉണ്ടാവും എന്നുള്ളതും സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക.
അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ തിരുവനന്തപുരത്ത് അധികാരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തുന്നതിന് മുമ്പ് വരെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് പിന്നാലെ എല്ലായിരുന്നോ സകല മാപ്രകളും? അതിന്റെ കാരണം എന്താ? ഇപ്പൊ സുരേഷ് ഗോപിയെ മറന്നുപോയതാണ്? അല്ല, ഇപ്പൊ തിരുവനന്തപുരത്ത് എന്ത് നടക്കുന്നു എന്ന തരത്തിൽ കേരളം ഭാരതീയ ജനതാ പാർട്ടി പിടിക്കുമെന്നുള്ളൊരു റിസൾട്ടിലേക്ക് കൃത്യമായൊരു സന്ദേശം മാധ്യമങ്ങൾ മനസ്സിലാക്കി ഒന്നടങ്കം സുരേഷ് ഗോപിയൊക്കെ അവർക്ക് മറന്നുപോയി. ഒന്നടങ്കം ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ഓടിയെത്തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണോ? പരമാവധി ഇവർ തമ്മിൽ തല്ലാണെന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ടും ഇല്ലാതെയാക്കണം. ഒരു റിസൾട്ടിലേക്കും ഭാരതീയ ജനതാ പാർട്ടി എത്തരുത്. അതാണ് ഇപ്പൊ മാധ്യമങ്ങളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നിങ്ങൾ ഈ സുരേഷ് ഗോപി മറ്റ് 19 MP-മാരും വെറുതെ തേരാപ്പാര നടക്കുമ്പോ സുരേഷ് ഗോപി ജനങ്ങളിലേക്ക് ഇറങ്ങി ആൾത്തറകളിൽ പോലും ഇരുന്നിട്ട്, കവലകളിൽ പോയി ഇരുന്നിട്ട്, ആളുകൾക്കിടയിലേക്ക് ബസ് സ്റ്റോപ്പുകളിൽ പോയിട്ട് ഇരുന്നിട്ട് ജനങ്ങൾക്കിടയിൽ സംവദിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വീടില്ലാത്തവർക്ക് വീട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ ശക്തമായിട്ട് സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ പോലും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ ബാക്കി വരുന്ന 19 MP-മാർ എന്തു ചെയ്തു എന്നല്ല ചോദ്യം ചോദിക്കുന്നത്. അവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ സുരേഷ് ഗോപി അങ്ങനെ ഒച്ചയിട്ടു, അങ്ങനെ ചരിഞ്ഞു നടന്നു, അങ്ങനെ മീശ പിരിച്ചു. ഇത്തരത്തിലായിരുന്നു നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. അത് സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടല്ല, മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് സുരേഷ് ഗോപിയെ കണ്ട് ജനങ്ങൾ വോട്ടു ചെയ്യുമോ എന്ന ഭയത്തിൽ സുരേഷ് ഗോപിയെ പരമാവധി താറടിക്കലായിരുന്നു ലക്ഷ്യം. അതായത് മറ്റ് 19 MP-മാര് AC മുറികളിൽ നിന്ന് AC മുറികളിലേക്ക് പ്രോഗ്രാമിൽ ഓടുമ്പോ സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലേക്ക് കവലകളിലേക്ക് ഇറങ്ങിയെന്ന സന്ദേശം ഒരിക്കലും എത്തിക്കാതിരിക്കാൻ പഠിച്ച പണി 18 എടുത്താണ് കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അണിനിന്നിരുന്നത്. അതേ പ്രമുഖ മാധ്യമങ്ങൾ സകലരും അണിനിരന്നുകൊണ്ട് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയില് മേയറുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് സകല കുത്തിത്തിരിപ്പിനും എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പ്രമുഖ മാധ്യമങ്ങൾ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. സകല പ്രമുഖ മാധ്യമങ്ങൾ ഇപ്പോ തിരുവനന്തപുരത്ത് എന്ത് നടക്കുന്നു, ശ്രീലേഖ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എന്ത് പറയുന്നു, സോഷ്യൽ മീഡിയയിൽ എന്ത് പോസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് വിട്ടുകിട്ടാൻ, ഇതൊക്കെ തന്നെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം. ഇടത് വലത് ഭരണങ്ങൾ ഇവിടെ കട്ടുമുടിക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. അപ്പൊ പുതുതായിട്ട് വന്ന ആളുകൾ നന്മ ചെയ്യുമ്പോൾ അത് മറച്ചു പിടിക്കാനൊക്കെ ശ്രീലേഖയൊക്കെ വേട്ടയാടുകയാണ് എന്നുള്ളതും സകല മലയാളികളും ബോധത്തോടു കൂടി തന്നെ തിരിച്ചറിയുക.